കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിനു വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരിക. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെറോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം പലയിടങ്ങളിലായിട്ട് നമ്മൾ കാണുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ലോകം ദ്വേഷിക്കും. യാക്കോബിലെ പറയുന്നുണ്ട്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും പറ്റില്ല. ഇതെല്ലാം വചനത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ വിശുദ്ധയുടെ ജീവിതം, വായനകളുടെ സാരാംശം ഇതെല്ലാം നോക്കുമ്പോൾ വ്യത്യസ്തമായ പ്രതികരണം, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവർക്ക് കിട്ടിയ പ്രതികരണം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രതികരിച്ചവരുടെ ഗണത്തിലാണോ നമ്മൾ, അതോ വിശുദ്ധരായി ജീവിക്കാനുള്ള ആ ഒരു പരിശ്രമത്തോടെ എന്തു വന്നാലും അതിനെ എടുത്ത് ഞാൻ മുമ്പോട്ട് പോകും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, നിശ്ചയദാർഢ്യം, ഇതൊക്കെയാണോ നമുക്കുള്ളത്? മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ ആഗ്നസ് റോമിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ അതീവ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാർ നോട്ടമിട്ടു അവളെ സ്വന്തമാക്കാൻ, അവളുടെ ശരീരകാന്തി ആസ്വദിക്കാൻ. അവരുടെ ആത്മാവിൻ്റെ രക്ഷ പോലും അവഗണിച്ചുകൊണ്ട് പോലും ഈ സുഖം, ജഡസുഖം, അതിനുവേണ്ടി നിലകൊണ്ട നിരവധി ആളുകളുണ്ടായിരുന്നു. അവൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കന്യാത്വം ഒരാൾക്ക് സമർപ്പിച്ചു, അതുകൊണ്ട് നിങ്ങളീ പറയുന്നതിനൊന്നും വഴങ്ങാൻ എനിക്ക് പറ്റത്തില്ല. അവൾ ഒരു കന്യകയായിട്ട് തന്നെ യേശുക്രിസ്തുവിന് സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാമഭ്രാന്തി കയറിയിരിക്കുന്ന ഇവർക്ക് ഇതുവല്ല മനസ്സിലാവും. ഇനി അവർ അവളുടെ പുറകെ പോയി. അവസാനം വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ ഒരു പണി കൊടുക്കാം. അങ്ങനെയാണ് ഇവൾ ക്രിസ്ത്യാനിയാണ്, അവളെ കൊണ്ട് ജൂപ്പിറ്ററിനെ ആരാധിക്കണം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നീക്കങ്ങളുണ്ടായി. അവൾ അതിന് വിസമ്മതിച്ചു. ഒരു കാരണവശാലും ബിംബത്തെ ആരാധിച്ചിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ദൈവത്തെ ആരാധിച്ച് സ്വർഗത്തിൽ പോകണം. അതിന് എതിരായി വരുന്ന ബിംബത്തെ ആരാധിക്കുന്നത് എന്നെ അതിന് കിട്ടില്ല എന്ന് അവളെ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ അവളെ വിവസ്ത്രയാക്കി കൊലക്കളത്തിലേക്ക് നയിക്കാനുള്ള തീരുമാനം. അങ്ങനെ അവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു വിവസ്ത്രയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുക. അതിനത് കാണാൻ വേണ്ടി പലരും റെഡിയായിട്ട് നിന്നു. അപ്പോൾ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടിക്കളഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ മാത്രം, ഏതായാലും ഞാനിവിടെ തന്നെ നിൽക്കാൻ പോവുക എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിൽ അവനവിടെ നിന്നു. അവന് പറ്റിയത് ഒരു ഇടിമിന്നലിൽ അവൻ അന്ധനായി മാറി, അർത്ഥപ്രാണനായി. അവനെ പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഒരു ജഡസുഖത്തിന് വേണ്ടി പോയപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു വലിയ നാശം, അതാണ് ഇവിടെ നമ്മൾ കാണുക. പിന്നീട് ഇവളെ കൊലക്കളത്തിലേക്ക് നയിച്ചു. വാളുകൊണ്ട് ഒറ്റ വെട്ടിയതേ ഉള്ളു. കുഞ്ഞാട്, ഈ ആഗ്നസ് എന്ന് പറഞ്ഞാൽ തന്നെ കുഞ്ഞാട്, അതുകൊണ്ടാണ് ഒരു ആട്ടിൻകുട്ടിയെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു ചിത്രമാണ് ആഗ്നസിൻ്റെ ചിത്രമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ കാണുന്നു, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച വ്യക്തിക്ക്
ലോകം നൽകിയ, ലോകത്തിൻ്റേതായ രീതിയിൽ ചിന്തിച്ച വ്യക്തികൾ അവർ നൽകിയ മറുപടി രക്തസാക്ഷിത്വം. അത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാനുള്ള ആ ഒരു ദൃഢനിശ്ചയം ആഗ്നസിനുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ വിശ്വാസ തീക്ഷ്ണതയുണ്ടാകാൻ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പല പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ദാവീദ്, അവന് കിട്ടിയ ഒരു പ്രതികരണം എന്തായിരുന്നു എന്ന് ആദ്യ വായനയിൽ നമ്മൾ കണ്ടു. അവനെ ഗോലിയാത്ത് പുച്ഛിച്ചു. അതുപോലെ തന്നെ ഈജിപ്ത് മുഴുവൻ അവനെ പുച്ഛിച്ചു. ഫിലിസ്തീയർ അവനെ പുച്ഛിച്ചതായിട്ട് ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നീ എന്താടാ പട്ടിയെ കൊല്ലാൻ വരുവാണോ, കോലും കൈ പിടിച്ചോണ്ട് എന്നുള്ള രീതിയിൽ അവൻ്റെ നേരെ ആക്രോശിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വരുന്നത് വാളും പരിചയം ചാട്ടുളിയും അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ആയിട്ടാണ്. ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിലാണ്. ആ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കും. ദാവീദിനെ വെട്ടിയരിഞ്ഞ് പറവകൾക്ക് ഇട്ടുകൊടുക്കുമെന്ന് വീമ്പടിച്ച ഗോലിയാത്തിൻ്റെ ശരീരഭാഗങ്ങളാണ് വെട്ടി അരിഞ്ഞ് പറവകൾക്ക് പക്ഷികൾക്ക് ഇട്ടുകൊടുത്തത്. അപ്പോൾ നോക്കിയ ഇവിടെ ആയുധങ്ങളാണോ രക്ഷിച്ചത് അതോ ദൈവമാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യരിലും അതുപോലെ തന്നെ ലോകത്തിൻ്റേതായ പല കാര്യങ്ങളിലും ആശ്രയിച്ചും മുമ്പോട്ട് പോകുമ്പോൾ ഈ സുരക്ഷിതത്വം നമുക്കുണ്ടാകണമെന്നില്ല. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ഈ ശത്രുത ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. ദൈവവുമായിട്ട് ഒരു മൈത്രി, അതാണ് നമ്മൾ വെച്ച് പുലർത്തേണ്ടത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് നന്മയുടെ ഉറവിടമായ നന്മ മാത്രം ചിന്തിച്ച് നന്മയിൽ ജീവിച്ച യേശുക്രിസ്തു എന്തായിരുന്നു അവന് കിട്ടിയ ഒരു പ്രതികരണം? ഇവനിൽ നമുക്കൊരു കുറ്റം കണ്ടുപിടിക്കണം. കുറ്റം, ഏതെങ്കിലും വിധത്തിലൊരു കുറ്റം കണ്ടുപിടിച്ച് അവനെ നമുക്ക് ഇല്ലാതാക്കണം. അവസാനം അവനെ നശിപ്പിക്കാനുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഹെറോദേസ് പക്ഷക്കാരുമായിട്ട് ഇവര് നേതാക്കൾ ആലോചന ചെയ്യുന്നതിനെക്കുറിച്ച് സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. യേശുവിന് കിട്ടിയതിനേക്കാൾ വലിയ ഒരു പ്രതികരണമാണോ നമ്മളൊക്കെ ക്രിസ്ത്യാനികൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. 2 തീമോത്തി 3:12 വിസ്മരിച്ച് നമുക്കെങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയ രക്തസാക്ഷിത്വത്തിനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. എന്നാലും രക്തം ചിന്താതെ രക്തസാക്ഷിയാകാനുള്ള അവസരം നമുക്കെല്ലാവർക്കും കിട്ടും, എല്ലാ ദിവസവും കിട്ടും. നമ്മുടെ ഇഷ്ടങ്ങൾ ബലി കഴിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി മുമ്പോട്ട് പോകുന്നത് ഒരു തരത്തിലുള്ള രക്തസാക്ഷിത്വമാണ്. നമുക്ക് കാണാൻ സാധിക്കും എത്രയോ കുടുംബങ്ങളിൽ ഇതുപോലെ രക്തസാക്ഷിത്വ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ, അതുപോലെ തന്നെ നിരന്തരമായിട്ട് പരിഹസിക്കപ്പെടുന്ന അവസ്ഥയിലൊക്കെ ഒരുപാട് വേദനിക്കുന്ന വ്യക്തികൾ. ഇനി ഇതിൽ ആരുടെ പക്ഷം പിടിക്കണം? വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ദൃഢനിശ്ചയമുണ്ടായിരുന്നവരുടെ ആ പക്ഷം പിടിക്കണോ അതോ അങ്ങനെയുള്ളവരെ പീഡിപ്പിച്ചവരുടെ പക്ഷം പിടിക്കണോ എന്നുള്ളത് നമ്മളെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ശരിയായ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.